നമസ്കാരം മാന്യപ്രേക്ഷ നമസ്കാരം. നോക്കൂ, പിണറായി വിജയന്റെ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുന്നവർ ചതിക്കപ്പെടും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടും കൊറോണയായാലും നിപ്പയായാലും ഒരുപാട് മാറാ രോഗങ്ങൾ നമ്മുടെ ഇവിടെ കീഴടക്കിയ സമയത്ത് നമ്മൾ കണ്ടതാണ്. പിണറായി വിജയൻ ഓരോ ദിവസവും ടി-വിയിൽ ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുക, നമ്മൾ ഇതും അതിജീവിക്കും, ഇതും നമ്മൾ മറികടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ പാവപ്പെട്ട ജനങ്ങളുടെ നബീസാത്താന്റെ ആടിനെ വിറ്റിട്ടും കുഞ്ഞുമോളുടെ കമ്മല് വിറ്റിട്ടും എന്താ പറയാ കുടുക്ക പൊട്ടിച്ചിട്ടും ഇങ്ങനെയൊക്കെ കോടിക്കണക്കിന് രൂപ തന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിക്കുക. അത് കൃത്യമായിട്ടും വഴിവിട്ട കണക്കുകൾ, പച്ച കള്ള കണക്കുകൾ കൊടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ സഖാക്കന്മാർ കട്ടുമുടിച്ച് നാണവും മാനവും ഉളുപ്പുമില്ലാതെ നക്കിയ കൃത്യമായിട്ടുള്ള രേഖകളൊക്കെ പുറത്തു വന്നിട്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ പിണറായി വിജയന്റെ ഈ കള്ളക്കണക്കിനെതിരെ, ഈ കൊടും കൊള്ളയ്ക്കെതിരെ വാർത്ത കൊടുത്തതിന് മാധ്യമ പ്രവർത്തകർക്കെതിരെ, ഞാനടക്കമുള്ള ചാനലുകാർക്കെതിരെ, എനിക്ക് തോന്നുന്നു ഏകദേശം 19ഓളം വ്യക്തികൾക്കെതിരെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ കള്ളക്കേസ് എടുത്തിരിക്കുന്ന ഈ നാളുകളിൽ ഒരിക്കലും സത്യത്തെ മറച്ചു പിടിക്കാനാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ജെയിംസ് വടക്കൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നൽകിയ പരാതിയിൽ കൃത്യമായിട്ടും സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. വയനാട് ദുരന്തത്തിൽ എത്ര കോടി ഇതുവരെ ചിലവഴിച്ചു എന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന കണക്കാണ്. അത് കേൾക്കേണ്ടത് തന്നെയാണ്. ഓരോന്നായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കാരണം ഇത് കോടതിയിൽ കൊടുത്ത രേഖയാണ്, പിണറായി വിജയന്റെ സർക്കാർ കൊടുത്ത രേഖയാണ്. ഇത് ഇല്ല എന്ന് ഇനി പറയാനാവില്ല. അത്തരത്തിൽ വരുന്ന കണക്ക് എങ്ങനെയാണെന്ന് അറിയാമോ? ആദ്യം വരുന്നു 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000, ഒന്നിന് 75,000 രൂപ വെച്ച്. അതായത് 359 മൃതദേഹങ്ങളാണ് സംസ്കരിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ 2,76,00,000 രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. നോക്കൂ, ഇവിടെയാണ് 1 രൂപ പോലും മുടക്കില്ലാതെ കൃത്യമായിട്ട് സേവാഭാരതി ഏകദേശം 49-50 മൃതദേഹം സംസ്കരിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെയാണ് കാട്ടുകള്ളന്മാരായിട്ടുള്ള സഖാക്കന്മാരും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, കൊടും വെട്ട് നടത്തുന്ന മുഖ്യമന്ത്രി കുടുംബം, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഏകദേശം ഒരു മൃതദേഹം ദഹിപ്പിക്കുന്നതിന് ഇവന്മാർ കള്ളക്കണക്ക് എഴുതി വാങ്ങിയത് എത്ര രൂപയാ? 75,000 രൂപ വെച്ചാണ് എഴുതിയെടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് വരുന്നു, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ 2,98,00,000 രൂപ. 5,000 പേർക്ക് എന്ന് കൂട്ടിയാൽ തന്നെ വരുന്ന കണക്ക് എത്രയെന്ന് അറിയാമോ? ഏകദേശം 6,000 രൂപ വെച്ചുകൊണ്ട്. ആലോചിച്ച് നോക്കും. അതായത് നിങ്ങൾക്കറിയാം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വരുന്ന വോളണ്ടിയേഴ്സിന് കിറ്റ് നൽകുന്നത് എന്താണ്? ഒരു തൊപ്പി ഉണ്ടായിരിക്കും, ഒരു കോട്ട് ഉണ്ടായിരിക്കും, 1-2 ഷൂസ് ഉണ്ടായിരിക്കും. ഇതാണ് കിറ്റ്. ആ കിറ്റ് ഏകദേശം 5,000 പേർക്ക് നൽകി എന്ന് കൂട്ടിക്കോളൂ. അപ്പോഴും വരിക എത്ര? 6,000 രൂപ വെച്ചുകൊണ്ടാണ് കടും വെട്ട് നടത്തിയിരിക്കുന്നത്. അപ്പോ ആ വകയിൽ വന്നിരിക്കുന്നത് 2,98,00,000 രൂപ. ഇനി വരുന്നു ബെയിലി പാലം. നമുക്കറിയാം, സൈന്യം ഉണ്ടാക്കിയ പാലമാണ് ബെയിലി പാലം. ആ ബെയിലി പാലത്തിന്മേൽ നിന്നുകൊണ്ട് ഞമ്മന്റെ മരുമോൻ ഫോട്ടോ എടുത്ത് പുറത്തുവിട്ട് അത് ഞമ്മനാണ് ഉണ്ടാക്കിയതെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി പിണറായി വിജയന്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസും സംഘവും നടത്തിയ പ്രചാരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ബെയിലി പാലത്തിന്റെ അടിയിൽ കല്ല് നിരത്തിയതിന് എത്ര കോടി എഴുതിയെന്ന് അറിയാമോ? 1 കോടി രൂപയാണ് എഴുതി വാങ്ങിയിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഏറ്റവും ലോ രീതിയിലുള്ള കല്ലുകളായിരിക്കും അതിന്റെ അടിയിൽ പാകിയിട്ടുണ്ടാവുക എന്നുള്ളത്. അതിന്റെ ചിലവ് 1 കോടി രൂപയാണ് എഴുതിയെടുത്തിരിക്കുന്നത്. ഇനിയോ 17 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 30 ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചിലവ് 7 കോടി രൂപ. കണക്ക് കൂട്ടുമക്കളെ. എത്ര വലിയ ജനറേറ്റർ ആയാലും, എത്ര വലിയ സമൂഹം ജീവിക്കുന്ന സ്ഥലമാണെങ്കിലും അവിടെ 17 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 30 ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചെലവ് 7 കോടി എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് സഖാക്കന്മാരായിട്ടുള്ള കടും കൊള്ളക്കാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു ദുരന്ത ഭൂമിയിലും കോടികൾ കക്കാനുള്ള മനസ്സുണ്ടല്ലോ മക്കളെ, അത് കാണാതെ പോകരുത്. അതാണ് ഞമ്മന്റെ കമ്മ്യൂണിസ്റ്റുകൾ, അതാണ് ഞമ്മന്റെ സഖാക്കന്മാർ. ഇവന്മാരാണ് പാവപ്പെട്ടവന്റെ അധസ്ഥിത വർഗത്തിന്റെയൊക്കെ ഭരണകൂടം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പിണറായി വിജയൻ 2ാമതും ഭരണത്തിലേറിയതെന്ന് മറക്കാതെ ഓർക്കേണ്ടതുണ്ട്. ഇനിയോ
ഇന്ത്യൻ എയർഫോഴ്സിന് എയർ ലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് 17 കോടി രൂപയാ. അതായത് ഇവിടെ എയർ ലിഫ്റ്റിംഗ് നടത്തിയല്ലോ, ഹെലികോപ്റ്റർ ചാർജ്. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് പിണറായി വിജയൻ ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുത്തുകൊണ്ട് അവന്റെ ആ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ ഒരു ഹെലികോപ്റ്റർ വെറുതെ നിർത്തിയിട്ടുണ്ട്. പണ്ട് ഇവിടെ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന സമയത്ത് ഇവിടെ ജനങ്ങൾ ഒന്നടങ്കം ചോദിച്ചു, എന്തിനാണ് പിണറായി വിജയന് ഹെലികോപ്റ്റർ എന്ന് ചോദിച്ചു. അന്ന് സഖാക്കന്മാർ KKG സെന്ററിൽ നിന്ന് ഇറക്കി കൊടുത്ത ക്യാപ്സൂൾ പ്രകാരം പറഞ്ഞത് എന്തായിരുന്നു? ഇവിടെ വരുന്ന പ്രകൃതി ദുരന്തമായിക്കോട്ടെ, എന്തിനും ഏതിനും വിളിപ്പുറത്ത് ഒരു ഹെലികോപ്റ്റർ നമ്മൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. എന്നിട്ടോ പിണറായി വിജയന്റെ ആഭിജാത്യത്തിന് വേണ്ടി, പിണറായി വിജയന്റെ സൗകര്യത്തിന് വേണ്ടി, ആഡംബരത്തിന് വേണ്ടി അയാളുടെ മുൻപിൽ, വീടിന്റെ മുൻപിൽ നിർത്തിയിട്ടിരിക്കുന്ന ഹെലികോപ്റ്ററിന് ലക്ഷക്കണക്കിന് രൂപ ഇവിടത്തെ സാധാരണക്കാരനെ നികുതി കാശെടുത്ത് കട്ടുമുടിച്ചടയ്ക്കുന്ന പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ ഈ ദുരന്ത മുഖത്തേക്ക് വന്നോ? ഇല്ലെന്നേ. ഇനിയോ അടുത്തത് വരുന്നു, ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ 12 കോടിയാണ് മക്കളെ. നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒരു ദുരിതം വന്നിട്ടുണ്ടെങ്കിൽ, ദുരന്തം വന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരോട് ആവശ്യപ്പെട്ടാൽ, അതല്ലെങ്കിൽ ആവശ്യപ്പെടാതെ തന്നെ ഇവിടെ വാഹന സൗകര്യം സൗജന്യമായാണ് നൽകാറ് എന്ന് നമ്മൾക്കറിയാം. അതിനും ബില്ല് എഴുതി എടുത്തിട്ടുണ്ട് 12 കോടി രൂപ. ഇനിയോ മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വകയിൽ 4 കോടിയാണ് മക്കളെ. നമ്മൾക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു വാഹന സൗകര്യമൊക്കെ കേരളത്തിലെ പ്രബുദ്ധ ജനത എത്ര വേണമെങ്കിലും നൽകുമെന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ടാണല്ലോ മലയാളികൾ എവിടെയും കൂട്ടം കൂടി എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്ഥിതി ഉള്ളവരാണെന്നൊക്കെ വലിയ സോഷ്യൽ മീഡിയ പ്രചാരണമൊക്കെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ ഈ പട്ടാളക്കാരെ, മിലിറ്ററി വോളണ്ടിയർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടി വന്ന ചെലവ് എത്രയാ? 4 കോടി രൂപയാ. ഇനിയും മിലിറ്ററി വോളണ്ടിയർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ നൽകിയ വകയിൽ 2 കോടി. ഇനി മിലിറ്ററി വോളണ്ടിയർസ് എന്നിവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ 15 കോടിയാണ്. ഒന്നും രണ്ടുമല്ല, 15 കോടി. ഏത് രീതിയിലുള്ള താമസ സൗകര്യമാണ് എന്നൊക്കെ വരും നാളുകളിൽ പുറത്തു വരും. മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ ഭക്ഷണം, ഈ മിലിറ്ററി എന്ന് ചേർത്ത് എന്തിനെന്നറിയാമോ? അത് കേന്ദ്രമാണല്ലോ, കേന്ദ്ര സേനയാണല്ലോ. അപ്പോൾ അതും മോദിജിക്കെതിരെ, കേന്ദ്രത്തിനെതിരെ വരാൻ വേണ്ടിയിട്ടാണ് മിലിറ്ററി വോളണ്ടിയർമാർ എന്ന് ചേർത്തിരിക്കുന്നത്. ഇത് മിലിറ്ററിക്ക് വേണ്ടി എത്ര ചെലവഴിച്ചു എന്നുള്ളതൊക്കെ മിലിറ്ററി കൃത്യമായിട്ട് റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ ഭക്ഷണ വെള്ളത്തിന് ആവശ്യങ്ങൾക്ക് 10 കോടിയാണ് വന്നിരിക്കുന്നത്. ഇനിയോ ഹെവി എക്യുപ്മെന്റ്, അതായത് JCB, ഹിറ്റാച്ചി ഇങ്ങനത്തെ ക്രെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനു വേണ്ടി വന്നിരിക്കുന്നത് 15 കോടിയാണ് എഴുതിയെടുത്തിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചിലവ് 8 കോടി. ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി ചിലവ് 11 കോടി. മൂഞ്ചിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. നമ്മൾ കണ്ടതാണ്, ദുരിതാശ്വാസ ദുരന്തമുഖത്തേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് പണം അയച്ചു കൊടുത്തിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പറയുന്ന വസ്ത്രങ്ങളും ഇവർക്ക് പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും അയച്ചു കൊടുത്തത്. പിന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി ചിലവ് വന്ന ഈ 11 കോടി ആരുടെ പോക്കറ്റിലേക്കാ? ഇത്തരത്തിൽ ഒരുപാട് കള്ളക്കണക്ക് കൊടുത്തുകൊണ്ട് കൃത്യമായിട്ടും പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇതാ കടം വെട്ട് നടത്തും. മണ്ടൻ മലയാളിയെ ഊമ്പിക്കാൻ വളരെ സിമ്പിൾ ആണെന്ന് പച്ചയ്ക്ക് തെളിയിച്ചുകൊണ്ട് പിണറായി വിജയന്റെ ഈ സർക്കാർ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ജെയിംസ് വടക്കൻ എന്ന് നൽകിയ കേസിൽ സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ്. ഇത് തെറ്റായി ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അത്തരത്തിൽ ഇനി വരാനിരിക്കുന്ന, ഇനിയിപ്പോൾ നിപ്പ ഇന്നിപ്പോ റിപ്പോർട്ട് ചെയ്തു എന്ന് നമ്മൾ കണ്ടു, മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മൾ വാർത്ത കണ്ടു. വരാനിരിക്കുന്ന ദുരന്തങ്ങളിലൊക്കെ കൈയിട്ട് വാരി കൊള്ള നടത്തി നക്കിയാലും ഈ സഖാക്കന്മാർ എറിഞ്ഞു കൊടുക്കുന്ന നക്കാപ്പിച്ച നക്കിക്കൊണ്ട്, കിറ്റ് നക്കിക്കൊണ്ട്, ക്യാപ്സൂൾ നക്കിക്കൊണ്ട് ഇവിടുത്തെ പ്രബുദ്ധൻ എന്ന് പറയുന്ന മണ്ടൻ ഊമ്പനുണ്ടല്ലോ, ഈ മണ്ടന്മാരെ കൃത്യമായിട്ട് പറ്റിച്ചുകൊണ്ട് കോടികൾ കൈയിട്ട് വാരി നക്കും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടി പറയേണ്ടതുണ്ട്. ആരെയാ? ഞമ്മന്റെ ശൈലജ ടീച്ചർ ഉണ്ടല്ലോ, കഴിഞ്ഞ കൊറോണ കാലത്ത് വെറും 500 രൂപയ്ക്കുള്ളിൽ കിട്ടുന്ന PPE കിറ്റ് എത്ര രൂപയ്ക്കാ വാങ്ങിയത്? 1500 രൂപയ്ക്ക് മുകളിലാ വാങ്ങിയത്. എന്നിട്ടോ അതിന് പിണറായി വിജയന്റെ ഒത്താശ ഉണ്ടായിരുന്നെന്ന് ഈ ശൈലജ ടീച്ചർ പറഞ്ഞതോടുകൂടി ശൈലജ ടീച്ചറെ തോൽപ്പിക്കാനുള്ള ലോബി എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതും അവരുടെ സ്ഥാനം ഇന്ന് പാർട്ടിയിൽ എന്താണ് എന്നുള്ളതും കൃത്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഇതാണ് സഖാക്കന്മാരുടെ ബടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ആ ഒരു ദൗത്യം.
ഇനി വരാനിരിക്കുന്ന കോടികളുടെ കണക്ക് മലയാളി ഇങ്ങനെ വായിച്ച് തള്ളിക്കൊണ്ട് രാഷ്ട്രീയ അടിമത്തം, ജാതിമത വർഗീയ അടിമത്തം കൊണ്ട് അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി, തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടി, മതവർഗീയതയ്ക്ക് വേണ്ടി ഇവിടെ എല്ലാം വിഴുങ്ങി വീണ്ടും ഇതുപോലെയുള്ള കാട്ടുകള്ളന്മാരെ, ഈ പറയുന്ന ഊളകളെ നാണവും മാനവും ഉളുപ്പുമില്ലാതെ പാവപ്പെട്ട ജനങ്ങളുടെ ദുരന്തമുഖത്ത് നിന്ന് പോലും കൈയിട്ട് വാരി നക്കി തന്റെ കുടുംബത്തിന് നക്കാൻ കൊടുക്കുന്ന രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഇനിയും ഇവിടെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതിന്റെ വാക്കാണ് പ്രബുദ്ധ മലയാളി എന്നുള്ളത്. ഇത് പച്ചയ്ക്ക് പറയുമ്പോൾ പറയുന്നവർക്കെതിരെ കള്ളക്കേസ് എടുത്തുകൊണ്ട് ഏതറ്റം വരെയും പിണറായി വിജയൻ പോകുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ എത്രയോ കേസുകൾ ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പച്ചയ്ക്കുള്ള കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നത്. അത് കള്ളക്കേസുകൾ എടുത്തുകൊണ്ടോ ജയിലിൽ അടച്ചത് കൊണ്ടോ നിനക്കൊരിക്കലും മൂടാനാവില്ല. സത്യങ്ങൾ ഇതുപോലെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അതിന് ഒരാളുടെ നാവരിഞ്ഞാലും ഒരാളുടെ ജീവൻ എടുത്താലും 1000 ആളുകൾ ഇങ്ങനെ ജനിച്ചു കൊണ്ടേയിരിക്കും. അതാണ് ഈ ഭാരതത്തിന്റെ പ്രത്യേകത. എന്താ പ്രത്യേകത? അധർമ്മം വിളയാടുന്നിടത്ത് ധർമ്മം പരിപാലിക്കപ്പെടാൻ വേണ്ടി ധർമാവതാരങ്ങൾ ഈ നാട്ടിൽ പിറവിയെടുക്കും. അതാണ് ഭാരതം, ഭഗവാന്റെ നാട്, ദേവനാട് എന്നുള്ളത് പറയേണ്ടത്. കൃത്യമായിട്ട് നോക്കൂ, കഴിഞ്ഞ നാളുകളിലൊക്കെ ഇപ്പൊ ഞാൻ പൂർണ്ണമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളായത് കൊണ്ട് തന്നെ ഇന്ന് എനിക്ക് അതിൽ അഭിമാനമുണ്ട്. അന്ന് ഞാൻ പാർട്ടി ഈ CPM നിന്ന് BJP എന്ന് പറയുന്ന ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എന്റെ മാതൃസംഘടന RSSനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കടന്നു വന്ന സമയത്ത് എന്നെ ഇന്നും പല കുടുംബവേദികളിലും, അത് ആഘോഷങ്ങളായിക്കോട്ടെ അതല്ലെങ്കിൽ ദുഃഖമായിക്കോട്ടെ, ആ വേദികളിലൊന്നും പങ്കെടുപ്പിക്കാതെ എന്നോട് പകവീട്ടുന്ന സഖാക്കന്മാരിൽ പലരും എന്നെ വിളിച്ചെന്ന് പറയുന്നുണ്ട്, ബൈജു നീ ചെയ്തതായിരുന്നു ശരി, ഞങ്ങൾക്ക് നിന്റെ പോലെ ഇത് വിട്ടു പോന്നുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പടപൊരുതാൻ രംഗത്തേക്ക് വരാനുള്ള ധൈര്യമില്ല, ആർജവമില്ല, നട്ടെല്ലില്ല. അതിന് ഒറ്റ തന്തയ്ക്ക് പിറക്കേണ്ടവരാണ്, പിറന്നാൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ, ഞങ്ങൾക്ക് അതിൽ സംശയമുണ്ട് എന്ന രീതിയിൽ തന്നെ എന്റെ അടുത്ത് ദുഃഖം പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ ഇന്ന് അഭിമാനം കൊള്ളുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് നരഭോജി പാർട്ടി, ഈ കാട്ടുകള്ളന്മാരുടെ പാർട്ടിയിൽ നിന്നും വേറിട്ട് വന്നുകൊണ്ട് എന്റെ ദേശീയത, എന്റെ രാജ്യത്തിന് വേണ്ടി പൊരുതുന്ന സംഘടനയിൽ അതല്ലെങ്കിൽ എന്റെ മാതൃ സംഘടനയ്ക്കൊപ്പം നടക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതിൽ RSSനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനാവുന്നു. എന്റെ മേഖല മാധ്യമ പ്രവർത്തന മേഖലയായതുകൊണ്ട് പച്ചയ്ക്ക് യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞു പോകാനാവുന്നു എന്നുള്ളതിൽ അഭിമാനം കൊള്ളുന്നു. ഇത്തരത്തിലുള്ള കാട്ടുകള്ളന്മാരുടെ കണക്കുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഒരുപാട് കള്ളക്കേസുകൾ ഞങ്ങൾക്കെതിരേക്ക് എടുക്കാമെന്ന്. എന്നിരുന്നാലും നമ്മൾ ഒരിക്കലും വാമൂടിക്കെട്ടാൻ ശ്രമിക്കില്ല. പച്ചയായ സത്യങ്ങൾ പച്ചയ്ക്ക് ഉറക്കെ വിളിച്ചു പറയുക തന്നെ ചെയ്യും. ഈ കാട്ടുകള്ളന്മാർക്ക് ദുരന്തങ്ങൾ കക്കാനും കൈയിട്ട് വാരി നക്കാനുമുള്ള ഉപകരണമാണ് ഈ ദുരന്തം. അത് വയനാട് ദുരന്തമായിക്കോട്ടെ, നിപ്പയായിക്കോട്ടെ, കൊറോണയായിക്കോട്ടെ, ഇതൊക്കെ ഇവന്മാർക്ക് കട്ടുവാരി നക്കി സുഖിക്കാനുള്ളതാണ് എന്ന് ഇനിയെങ്കിലും പ്രബുദ്ധ മണ്ടൻ മലയാളി നീ മനസ്സിലാക്കാൻ നിനക്കുള്ള കഴിവ് വരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ വഴിയില്ല. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.